ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസം 1 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് കർക്കിടകം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം സർവേശ്വരകാരകനായ വ്യാഴം ഇടവം രാശിയിൽ അത് 11ാം ഇടത്തേക്ക് വന്നിരിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ ഉണർദം, 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്നതാണ് കർക്കിടകൻ രാശി. ഈ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പക്ഷബലം കൂടിയും കുറഞ്ഞുമൊക്കെ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. രാശ്യാധിപനാണ്. രാശിയിലേക്ക് അധിക പാപത്വമില്ല. ശ്രേയസ്സും യശസ്സുമൊക്കെ വന്നു ചേരുന്ന ഒരു കാലം. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ പെട്ടുകിടക്കുന്നവർ അതിൽ നിന്ന് കുറച്ച് ഒരു ഡെവലപ്പ് ആകുവാൻ സാധ്യതയുണ്ട്. കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴത്തിന് ഇപ്പോൾ അഭയം കൊടുത്തിരിക്കുന്ന രാശി 11ാം രാശിയുടെ അധിപനും അതുപോലെ തന്നെ 4ാം ഭാവാധിപനും കൂടിയായ ആ ശുക്രൻ, അത് കലയുടെ കാരകൻ കൂടിയാണല്ലോ. വ്യാഴത്തിനും ശുക്രനും ഈ മെയ് മാസത്തിൽ മൗഢ്യമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്കൊക്കെ അറിയാം. ഏത് കാര്യത്തിനും ഒരു മൗഢ്യം പാടില്ലല്ലോ. പൂർണ്ണമായി പ്രകാശിക്കേണ്ട ഒരു ബൾബ് പകുതി വോൾട്ടേജിൽ കത്തുമ്പോൾ എങ്ങനെ ഇരിക്കും? അതുപോലെ പ്രകാശം കുറയുന്നത് പോലെ ഭാഗ്യാവസ്ഥയ്ക്കും ദൈവാധീനത്തിനും അങ്ങോട്ട് ഒരു പൂർണ്ണത വരാത്ത ഒരു അവസ്ഥ. എങ്കിലും കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിന് ശനിയുടെ ബന്ധം ഉണ്ടായിരുന്നത് മാറിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഒരു പ്രത്യേകതയും ഗുണവും. ആയതിനാൽ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ കൂടുതൽ വിജയങ്ങൾ വന്നു ചേരും. അതായത് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അതുപോലെ മറ്റ് ആദിത്യൻ്റെയും ഒക്കെ ഗ്രഹങ്ങളുടെ മുക്കാൽ ദൃഷ്ടി 2ാം ഭാവത്തിലേക്കുള്ളതിനാൽ തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗമായാലും കുടുംബമായാലും സമൂഹത്തിലെ പ്രവർത്തനങ്ങളിലുമൊക്കെ വിജയങ്ങൾ വന്നു ചേരുകയും സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കുവാൻ ഒരു സന്മനസ്സുണ്ടാകുകയും സുഹൃത്തുക്കളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സന്ദർഭവുമാണ്. സുഹൃത്തുക്കൾ മുഖാന്തരം അധിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ ധനച്ചെലവ് ഒക്കെ സൂചകം. അധിക സാഹസികത പാടില്ല. അതായത് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും വിക്രമത്തിൻ്റെയും ഭാവത്തിലേക്ക് പാപന്മാരായ ചൊവ്വായും അതുപോലെ തന്നെ രാഹുവും കൂടി ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. അതായത് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് ഒരളവ് കുറയുന്നതിന് സൂചനയുണ്ട്. അത് ദമ്പതികളായിട്ടുള്ളവർക്കും ചിലർക്ക് അത് ബാധിച്ചേക്കാം. അധിക ക്ലേശങ്ങളൊന്നും ദമ്പതികളായിട്ടുള്ളവർക്ക് സൂചകമല്ലതാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു കാലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അസമയത്തെ യാത്രകൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്തുകൊണ്ട് അസമയത്തെ യാത്രകൾ, ജലയാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് വളരെ ഗുണകരമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ വിജയവും വന്നു ചേരും. പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്നതിനൊക്കെ സൂചനയുണ്ട്. അധിക കടങ്ങളൊന്നും സൂചകമല്ല. എങ്കിലും ഉള്ള കടം വീടുന്നതിന് ഒരു സാങ്കേതികമായ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന അത് കടങ്ങളൊക്കെ ഒന്ന് സെറ്റിൽഡ് ആകുന്നതിനുള്ള സൂചനയുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹ കാര്യത്തിലൊക്കെ താല്പര്യമെടുത്താൽ പാരമ്പര്യ രീതി അനുസരിച്ച് പൂർണ്ണമായിട്ടും അവരവരുടെ ഇഷ്ടപ്രകാരമല്ല എങ്കിലും
പൂർണ്ണ തൃപ്തിയോടുകൂടിയല്ല എങ്കിലും മനസ്സിനിണങ്ങുന്ന രീതി ഒരു വിവാഹം വന്ന് നടക്കുന്നതിനൊക്കെ യോഗം. ഏറ്റവും പ്രധാന കാര്യം തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അതീവ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ നല്ല ഒരു കാലം. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഞാനീ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഓരോ വ്യക്തികളുടെയും ജാതകം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. അതായത് അവർക്ക് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, നല്ല കാര്യങ്ങൾ, ഈശ്വരാധീനമൊക്കെ വർദ്ധിച്ച് വന്നിട്ടും കാര്യങ്ങൾ സാധിക്കാതെ വരുന്നു എങ്കിൽ നിങ്ങൾക്ക് ജാതകം കൂടി പരിശോധിച്ച് വേണ്ട രീതിയിൽ വഴിപാടുകളോ ഒക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരും. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. അതായത് ഓൺലൈനായിട്ടൊക്കെ ചോദിക്കുവാൻ അവസരമുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്.